ഇന്നെന്നാന്ന് അറിയത്തില്ലേ, രാവിലെ മുതലേ ഒരുമാതിരി മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അച്ഛനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അച്ഛൻ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് പപ്പടവടയൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എന്നത്തെയും പോലെ തന്നെ 3-4 തുണികൾ അമ്മയെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നെന്നുള്ളത് അന്നന്ന് തന്നെ ഇപ്പോൾ അലക്കിയിടാറുണ്ടേ. അതെല്ലാം ഞാനങ്ങോട്ട് കൈയോടെ എടുത്തു വെച്ചിട്ടുണ്ടേ. പിന്നെ മത്തനിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ടെന്ന് എന്നെ കാണിച്ചു തന്നു കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയും വലിപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ തക്കാളിക്കയിലൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിക്കായ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നട്ട് വളർത്തിയ അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷയാണേ ഇതെല്ലാം നമ്മൾ കാണിച്ചു തരുമ്പോഴേ. അതുമാത്രമൊന്നുമല്ല കേട്ടോ, പിന്നെ പല കളറിലുള്ള ചീരയും പല പച്ചക്കറി ഐറ്റംസും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള സ്ഥലത്ത്. കൂടുതലും ചെടികളാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പച്ചക്കറിയും കൂടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. ഇതൊക്കെ കഴിക്കുന്നേക്കാൾ സന്തോഷമാണ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ഞാൻ പൊക്കി പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു ചെടി കേട്ടോ. കാരണം എന്തോ പൂവിടൽ തീരെ കുറവാണേ. അതിൻ്റെ മറ്റ് കളേഴ്സിലൊക്കെ അത്യാവശ്യം പൂവുകൾ ഉണ്ടാവാറുണ്ട്. വളമിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്നും ഈ താമരപ്പോട്ടിൽ ഒന്ന് നോക്കൂ കേട്ടോ, പൂവിടാനുള്ള എന്തെങ്കിലും ചാൻസ് കാണുന്നുണ്ടോയെന്ന്. ഇതുവരെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇന്നലെ ഒടിഞ്ഞുപോയ മാരിഗോൾഡിൻ്റെ തൈ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ടേ.